കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ മുതൽ അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ തോരാമഴ എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. അംഗനവാടികൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ചില മഴക്കെടുതികൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കനത്ത മഴയിൽ മാവൂർ കണ്ണിപ്പറമ്പിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. എരഞ്ഞിത്താഴം ചമ്പടത്തിൽ സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് വലിയ ശബ്ദത്തോടുകൂടി ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. അതോടൊപ്പം മുക്കത്ത് കുറ്റിപ്പാല റോഡിൽ PC തിയേറ്ററിന് സമീപം തണൽമരം പൊട്ടി വീണിട്ടുണ്ട്. 3 വാഹനങ്ങൾ പൂർണ്ണമായി തകരുകയും നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കൊടയത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് കാറ് തകർന്നിട്ടുണ്ട്. പക്ഷേ ഈ കാറിന്റെ അകത്തുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതോടൊപ്പം മേപ്പയ്യൂരിൽ കൊഴുക്കല്ലൂരിൽ 15 മീറ്ററോളം നീളമുള്ള വീടിന്റെ മതിൽക്കെട്ട് തകരുകയും കിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മഴ ഇപ്പോഴും ജില്ലയിൽ കാര്യമായി തന്നെ തുടരുകയാണ്. മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ആളുകളെല്ലാം തന്നെ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്നത്. ഉന്മേഷ്, കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്ങനെ കോഴിക്കോട്, കണ്ണൂർ 2 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്.